ഒതുക്കി വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബൈക്കിൻ്റെ പൈസ പാർക്കിങ്ങിന് ഈടാക്കുന്ന പൈസ 25 രൂപയാണ്. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേറെ പൈസ കൂടെ കൊടുക്കണം. പിന്നെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. രണ്ടായിരത്തി 2011 ഈ കോടനാട് അവേറിന് തുടങ്ങിയത്. ടിക്കറ്റ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. 20 രൂപയാണ് ഒരു പാസിന്. സമയമൊക്കെ ആയതുകൊണ്ട് മാനകളൊക്കെ ചെറിയ ഉച്ചമയക്കത്തിലൊക്കെയാണ്. മുളാവ് വരാൻ പറഞ്ഞു. ആനയും ഉച്ചമയക്കത്തിലാണ്. പകലുള്ള ആനകളുടെ ഉച്ചമയക്കങ്ങൾ അങ്ങനെ നമ്മളെവിടെയും ചെന്ന് കാണാൻ പറ്റത്തില്ല. നമ്മളത് കോടനാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അഭിമന്യാണ്ടത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നീരിലാന്ന് തോന്നുന്നു. അങ്ങനെ ഉറക്കത്തിലാണ്. ഇവിടുത്തെ ഡാൻസുകാരിയാന്ന് തോന്നുന്നു, ആശ. മലയാറ്റൂർ ഡിവിഷനിലുള്ള കാട്ടുകളിൽ ഉള്ള ആനകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. 23 വയസ്സാണ് ആശയ്ക്ക്. ഇവിടെ ആനകൾക്ക് പുല്ല്, പ്ലാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ, കരിമ്പ് എല്ലാം ചിട്ടപ്പെടുത്തി ആനയ്ക്ക് ഓരോ ഡയറ്റ്, ഓരോ പ്ലാനുണ്ട് ഓരോ എല്ലാ ആനകൾക്കും. ഫോറസ്റ്റ് നോക്കുന്ന ആനകൾക്ക്. കോടനാട് ഹരിപ്രസാദ്. അമ്പത്തിമൂന്ന് വയസ്സാണ് കൊമ്പന്. ചന്ദ്രു നിൽക്കുന്നിടത്തോട്ട്, പീലാണ്ടി ചന്ദ്രു നിൽക്കുന്നിടത്തോട്ടാണ് പോകുന്നത്. അട്ടപ്പാടി വനമേഖലയിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ്. കോടനാട് സുനിത. അട്ടപ്പാടിയിൽ ആൾക്കാരെ ഉപദ്രവവും കാട്ടാന ശല്യവും ഉണ്ടായിരുന്നു. പിന്നെ 7, 8, 9 ആൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നൊരു ആനയാണ് ഈ പീലാണ്ടി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്.
ഒരു നാട് വിറപ്പിച്ച കാട്ടാന, അതിനെ ഫോറസ്റ്റ് പിടികൂടി. ഇപ്പോൾ കോടനാട് അഭയാരണ്യത്തിലാണ് ആനയിപ്പോൾ ഉള്ളത്. നമുക്ക് പീലാണ്ടി ചന്ദ്രശേഖരനെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെ അവസാനമായിട്ടെത്തിയ ആനയാണ് ചന്ദ്രു. ഈ ആനയെ കൊണ്ടുവന്ന സമയത്ത് കൊണ്ടുപോയിട്ട് കമ്പകം കൊണ്ട് പണിതേക്കുന്ന ഒരു കൂടാണ് ഈ കാണുന്നത്. അട്ടപ്പാടി വനമേഖലയിലൊക്കെ നാട്ടിൽ ഇറങ്ങി കാട്ടാന ശല്യവും പിന്നെ ആൾക്കാരെ അതുപോലെ തന്നെ അപായപ്പെടുത്തുകയും ചെയ്ത പീലാണ്ടി എന്ന ആൾക്കാർ അവിടെയുള്ളവർ വിളിച്ചുകൊണ്ടിരുന്ന ആന, അതായത് ഇപ്പോൾ കോടനാട് അഭയാരണ്യത്തിലുണ്ട്. ആന തിരുവൈരാണിക്കുളം അമ്പലം.